ഇപ്പോൾ ഇതാ തന്ത്രി കണ്ഠരര് രാജീവർ അവസാനമായി അറസ്റ്റിലാകുന്ന ആളുകളിൽ ഒരാളായിരുന്നു തന്ത്രി കണ്ഠരര് രാജീവർ. തന്ത്രിക്ക് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. റിമാൻഡ് കാലയളവിൽ തന്നെ ഒരു ജാമ്യം അനുവദിച്ചുകൊണ്ട് കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവ് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ പ്രധാനം തന്നെയാണ് കാര്യം. ഇതിനെന്റെ എല്ലാം പ്രധാന ഒരു കാര്യമെന്ന് പറയുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതുവരെയും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിലെ ഒരു കുറ്റപത്രം പോലും, അതായത് പ്രാഥമിക കുറ്റപത്രം പോലും സമർപ്പിക്കാൻ കോടതിയിൽ കഴിഞ്ഞിട്ടില്ല. മറ്റ് ജാമ്യ ഹർജിയൊക്കെ വരുന്ന സമയത്ത് പ്രത്യേക അന്വേഷണ സംഘം ആ ജാമ്യത്തേക്ക് എതിർത്തുകൊണ്ട് പല കാര്യങ്ങൾ, പല വാദങ്ങളൊക്കെ ഉന്നയിക്കുകയും ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്ക് ഇത്തരത്തിലൊരു കുറ്റപത്രം ഇതുവരെയും സമർപ്പിക്കാൻ കഴിയാത്തത് തന്നെയാണ് ഈ കേസിലെ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ അനുകൂലമായി വരുന്നത്. തന്ത്രിയെ ചോദ്യം ചെയ്യാൻ ഒരു ദിവസം വിളിപ്പിക്കുന്നു, കസ്റ്റഡിയിലെടുക്കുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തുന്നു, ശാരീരിക ബുദ്ധിമുട്ടുകൾ വരുന്നു, അങ്ങനെ കുറച്ചധികം ദിവസം അത്തരത്തിലുള്ള കാര്യങ്ങൾ പോകുന്നു. വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇരുത്തി ചോദ്യം ചെയ്യുന്നു. അങ്ങനെയുള്ള നടപടികളൊക്കെ കടക്കുമ്പോൾ പോലും തന്ത്രിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെടുത്താൻ കഴിയുന്ന കൃത്യമായ തെളിവുകളോ രേഖകളോ ഒന്നും ഹാജരാക്കാനായിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല. അതാണ് തന്ത്രിക്ക് ഇപ്പോൾ അനുകൂലമായി വന്നിരിക്കുകയും ജാമ്യം ലഭിക്കുന്ന നടപടികളിലേക്ക് ഉൾപ്പെടെ കടക്കുകയും ചെയ്തിരിക്കുന്നത്. അതായത് തെളിവുകളുടെ ഒരു അപര്യാപ്തതയുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. 110 ദിവസത്തോളം ആവുകയാണ് ഇതിന്റെ ആദ്യ അറസ്റ്റൊക്കെ നടന്നിട്ട്. അതായത് 110 ദിവസം എത്തിയിട്ടും ഇതുവരെയും SITക്ക് ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പത്മകുമാറിന്റെ ഒരു കേസിൽ 90 ദിവസം പിന്നിട്ടിരിക്കുന്നു. അടുത്ത കേസിൽ ഈ ആഴ്ച തന്നെ 90ാമത്തെ ദിവസത്തിലേക്ക് എത്തും. അങ്ങനെയാകുമ്പോൾ പത്മകുമാറും സ്വാഭാവിക ജാമ്യത്തിന് വേണ്ടി ഹർജി ഫയൽ ചെയ്യും. KS ബൈജുവിന് ഒരു കേസിൽ ഈ ആഴ്ചയാണ് 90ാം ദിവസം പിന്നിടുന്നത്. KS ബൈജുവും ജാമ്യ ഹർജി ഫയൽ ചെയ്യും. അങ്ങനെ വരുന്ന സമയത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ചത്, അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് ആ ഒരു കേസിന്റെ മെറിറ്റ് കടന്നുകൊണ്ട് രാഷ്ട്രീയമായി പോലും വലിയ രീതിയിൽ കേരളത്തിൽ മാസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നവർ ഓരോരുത്തരായി ജയിൽ മോചിതരാകുന്നു. തന്ത്രി കണ്ഠരര് രാജീവർക്ക് നേരിട്ട് ബന്ധമുണ്ട്, ഈ അനുജ്ഞ നൽകുന്നതിലൊക്കെ വീഴ്ച വരുത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞെങ്കിൽ പോലും അതൊന്നും തെളിയിക്കപ്പെടാൻ പ്രാഥമികമായി പോലും ജാമ്യ ഹർജിയെ എതിർത്തുകൊണ്ട് അത് കോടതിയിൽ അതൊന്ന് തെളിയിച്ചെടുക്കുന്നതിന് പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. അതിപ്പോൾ ജാമ്യത്തിലേക്ക് എത്തി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അധികം വൈകാതെ 13 പ്രതികളാണുള്ളത്. ജയിലിലുള്ള മറ്റു പ്രതികൾക്കും ജാമ്യം ലഭിക്കാനുള്ള ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഇനി 90 ദിവസം ആയില്ലെങ്കിൽ പോലും മറ്റു പ്രതികൾ ജാമ്യ ഹർജി ഫയൽ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ തന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ജാമ്യം ലഭിച്ച കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ടായിരിക്കും കോടതിയെ സമീപിക്കുക. നൗഫൽ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 2 കേസുകളിൽ കണ്ഠരര് രാജീവർക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. കൊല്ലം വിജിലൻസ് കോടതിയാണ് ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്. ലിജോ റോൾസ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലിജോ, നേരത്തെ ഇതിൽ സ്വാഭാവിക ജാമ്യം കിട്ടിയവർ ആരൊക്കെയാണ്? ഇനി ആരൊക്കെയാണ് ജയിലിൽ ഇപ്പോഴും കഴിയുന്നത്? ഈ കേസിൽ ആദ്യം പുറത്തേക്കിറങ്ങുന്നത് മുരാരി ബാബുവാണ്. അതിന് പിന്നാലെയാണ് മറ്റുള്ളവർക്ക്. അതായത് മുരാരി ബാബുവിനാണ് ആദ്യമായി സ്വാഭാവിക ജാമ്യം ലഭിച്ചത്. അവസാനമായി ലഭിച്ചത് N വാസുവിനുമായിരുന്നു. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറും ഒക്കെ ആയിരുന്ന N വാസുവിനായിരുന്നു ജാമ്യം അവസാനമായി സ്വാഭാവിക ജാമ്യം ലഭിച്ചത്. ഇതിന് ഇടയ്ക്കുള്ള സമയത്ത് ഈ കേസിലെ മുഖ്യ പ്രതി എന്ന് പ്രത്യേക അന്വേഷണ സംഘം പ്രതി ചേർത്തിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചു. സുധീഷ് കുമാറിന് അത്തരത്തിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ചു. പക്ഷേ ശ്രീകുമാറിന്, അതായത് ശ്രീകുമാർ മാറി വരുന്ന സമയത്താണ് ഈ നടപടിക്രമങ്ങളെല്ലാം നടക്കുന്നത്. പക്ഷേ അതിനു മുൻപ് തന്നെ ആ കാര്യങ്ങളെല്ലാം ദേവസ്വം ബോർഡിൽ പൂർത്തിയായിരുന്നു. മുരാരി ബാബുവിന്റെ സമയത്ത് തന്നെ അതെല്ലാം പൂർത്തിയായതിനു ശേഷമാണ് ആ ചുമതലയിലേക്ക് ശ്രീകുമാർ വരുന്നത്. അപ്പോൾ ശ്രീകുമാറിന് റിമാൻഡിലായി 50 ദിവസത്തിനുള്ളിൽ തന്നെ ജാമ്യം ലഭിക്കുകയും ചെയ്തു. മറ്റെല്ലാവർക്കും തന്നെ ഇത്തരത്തിൽ സ്വാഭാവിക ജാമ്യമാണ് ലഭിച്ചത്. പക്ഷേ ഇപ്പോൾ തന്ത്രിക്ക് ലഭിച്ചിരിക്കുന്നതും റിമാൻഡ് കാലാവധിക്ക് ഇടയിലുള്ള ഒരു ജാമ്യം തന്നെയാണ്. 6ാമതായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്ന ഒരാൾ തന്നെയായിരിക്കും ഈ തന്ത്രി. മുരാരി ബാബു ആദ്യം പുറത്തേക്ക് ഇറങ്ങുന്നു, പിന്നാലെ ശ്രീകുമാർ പുറത്തേക്ക് വരുന്നു, സുധീഷ് കുമാർ പുറത്തേക്ക് വരുന്നു, അതിനുശേഷം വരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്, പിന്നാലെ N വാസു. ഇപ്പോൾ 6ാമനായി തന്ത്രി കണ്ഠരര് രാജീവർ കൂടെ പുറത്തേക്ക് വരുന്നു. അതിൽ 4 പേർക്ക് ലഭിച്ചത് സ്വാഭാവിക ജാമ്യമാണ്. പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് തന്നെ പ്രതികൾ കോടതിയെ സമീപിക്കുകയും സ്വാഭാവിക ജാമ്യം നേടിയെടുക്കുകയും ചെയ്യുകയായിരുന്നു. 2 പേർക്ക് അല്ലാതെ റിമാൻഡ് കാലാവധിയിൽ തന്നെ ജാമ്യം അനുവദിച്ചു. ആ ശ്രീകുമാറിന്റെ കാര്യത്തിലും കോടതി പറഞ്ഞൊരു പ്രധാന നിരീക്ഷണം അത് തന്നെയായിരുന്നു. തെളിവുകൾ ശ്രീകുമാറിന് ഈ സ്വർണ്ണക്കള്ളയുമായി ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്നതിൽ കൃത്യമായി രേഖകൾ ഹാജരാക്കാനോ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന തെളിവുകൾ ഹാജരാക്കാനോ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല. അതാണ് ശ്രീകുമാറിനെ ജാമ്യത്തിലേക്ക് നയിച്ചത്. സമാനമായ രീതിയിൽ തന്നെ തന്ത്രി കണ്ഠരര് രാജീവർക്ക്, അതായത് ഏറെ
ഈ താന്ത്രിക ചുമതലയിൽ നിൽക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ തെളിവുകളുടെ ഒരു അപര്യാപ്തത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിഭാഗം ചോദിക്കുന്നത്. കോടതിയിൽ ഉൾപ്പെടെ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, തന്ത്രിക്ക് വേണ്ടി ഇതിന്റെ വാദം നടക്കുന്ന സമയത്ത്, പ്രതിഭാഗത്തിന്റെ വാദം നടക്കുന്ന സമയത്ത് കോടതിയിൽ ഓൺലൈനായി ഹാജരായത് ഈ അഭിഭാഷകനായിട്ടുള്ള ബി രാമൻപിള്ളയാണ്. ഏകദേശം 2.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ആ വാദത്തിൽ ബി രാമൻപിള്ള മുഴുവൻ സമയവും തന്റെ വാദഗതികൾ കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തു. അത് പലതും ആ സമയത്ത് തന്നെ പ്രോസിക്യൂഷൻ അതിന് മറുപടി നൽകുന്നതിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. തൊട്ടടുത്ത ദിവസമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം നടന്നത്. ആ സമയത്ത് പ്രതിഭാഗം പറഞ്ഞ കാര്യങ്ങളെ ഒന്നും ഖണ്ഡിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോൾ തന്ത്രി കണ്ഠരര് രാജീവർക്ക് അനുകൂലമായി വന്നിരിക്കുന്നത്. നൗഫൽ.